പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവേ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും ഭിന്നതകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ലെന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിധവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും, നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നും നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും, ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാ സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദേവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനേ ആദ്യം ജെറുസലേമിൽ പോയപ്പോൾ എനിക്ക് വല്ലാത്ത അനുഭവമായിരുന്നു. കാര്യം ഞങ്ങൾ ഒലിവ് മലയിൽ നിന്ന് അവിടുന്ന് ഈ പനയോല പോലൊരു സാധനമൊക്കെ അടിച്ച് എടുത്തിട്ട് ഒരു കഴുതക്കുട്ടി ഞാൻ കിട്ടിയായിരുന്നു. വെള്ള നിറത്തിലുള്ള കഴുതക്കുട്ടി. അപ്പോൾ ഞാനും വിജയകുമാർ സാറും വേറെ കുറേ ട്രൂപ്പിലൊക്കെ കുറേ ആൾക്കാരുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഈ കഴുതയും കൊണ്ടാണ് ഒലിവ് മലയിൽ നിന്ന് നമ്മൾ പടിഞ്ഞോട്ട് ഇറങ്ങി. പിന്നെ ഒരു താഴ്വാരത്തിലൂടെ പിന്നെ പടിഞ്ഞോട്ട് കയറിയ പോലെ എനിക്ക് തോന്നിയത്. പടിഞ്ഞോട്ട് കയറുമ്പോൾ ജെറുസലേം ദേവാലയമാണ്. കുറച്ച് നടക്കണം. പക്ഷേ ഈ കുന്നിറങ്ങി വേറെ കുന്നിലോട്ട് കയറുന്ന ഇടയ്ക്കുള്ള ഒരു ബേസം പോലെയൊക്കെ സംഭവില്ലേ, അവിടെ തെക്ക് വടക്ക് നെടുനീളത്തിൽ കുറേ കുഴിമാടങ്ങളാണ്. അപ്പോൾ അവിടെ കുഴിമാടത്തിനൊക്കെ എന്നെ രസം വെച്ചാൽ ഇപ്പോൾ ഭയങ്കര തീ പിടിച്ച വിലയാണ്. ഒരു കുഴിമാടത്തിനൊക്കെ 10 ലക്ഷം രൂപയ്ക്ക്. 10 ലക്ഷത്തിനും കിട്ടിയ ഭാഗ്യം. കാര്യം ഈ
കർത്താവ് രണ്ടാമത്തെ ഈശോയുടെ വരവ് അവിടെയാണ് ആദ്യം വരണമെന്നുള്ളതാണ്. യഹൂദന്മാരുടെ വിശ്വാസം അതാണ്. അതുകൊണ്ടാണ് അവർ ദേവാലയം കിഴക്കോട്ട് തിരിച്ചു വെക്കണമെന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞങ്ങൾ കിഴക്കുവശത്ത് ഒരു മലയിൽ നിന്നിട്ട് താഴേക്ക് ഇറങ്ങി പടിഞ്ഞോട്ട് കയറി എന്ന് പറയുമ്പോൾ ആ ദേവാലയം കിഴക്കോട്ട് തിരിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ കുഴിമാടങ്ങൾ കൊണ്ട് 10,000 കുഴിമാടങ്ങളുണ്ട് അവിടെ. അതാണ്. അപ്പോൾ അവിടെ ഞാൻ ഈ ഓശാന ആയിട്ടാണ് ഇങ്ങനെ ജെറുസലേം ദേവാലയത്തിൻ്റെ കവാടത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങളവിടെ നിന്ന് എന്താ കാര്യം വെച്ചാൽ അതാണ് ഹക്കൽ ദാമ എന്ന് പറയുന്നത്. ഹക്കൽ ദാമ. നമുക്ക് ആദ്യം മത്തായി 27:3 മുതലുള്ള തിരുവചനങ്ങൾ. അവനെ ഒറ്റിക്കൊടുത്ത യൂദാസ് അവൻ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ പശ്ചാത്തപിച്ച് ആ 30 വെള്ളി നാണയങ്ങൾ പ്രധാന പുരോഹിതന്മാരെയും. ഇത് കണ്ടില്ലേ, അത് ശിക്ഷിക്കുമെന്ന് വിചാരിച്ചില്ലെന്നാ എൻ്റെ അർത്ഥമേ. പക്ഷെ ഒറ്റിക്കൊടുത്താൽ മതി. ശിക്ഷിക്കണയൊക്കെ പിന്നെ ഇത് യൂദാസിന്റെ പരിധിയിലുള്ള കാര്യങ്ങളല്ല. അതാണ് വിഷയം. അവൻ പശ്ചാത്തപിച്ച് ആ 30 വെള്ളി നാണയങ്ങൾ പ്രധാന പുരോഹിതന്മാരെയും പ്രമാണിമാരെയും ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്ത് ഞാൻ പാപം ചെയ്തിരിക്കുന്നു. അവർ അവനോട് പറഞ്ഞു, അതിന് ഞങ്ങൾക്കെന്ത്? അത് നിന്റെ കാര്യം. വെള്ളി നാണയങ്ങൾ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൻ പോയി കെട്ടി ഞാന്ന് ചത്തു. പ്രധാന പുരോഹിതന്മാർ ആ വെള്ളി നാണയങ്ങൾ എടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് രക്തത്തിന്റെ വിലയാകയാൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നത് അനുവദനീയമല്ല. അതുകൊണ്ട് അവർ കൂടി ആലോചിച്ച് ആ പണം കൊടുത്ത് വിദേശീയരെ സംസ്കരിക്കാൻ വേണ്ടി കുശവന്റെ പറമ്പ് വാങ്ങി. അത് ഇന്നും രക്തത്തിന്റെ പറമ്പ് എന്നറിയപ്പെടുന്നു. അതാണ്. ആ പറമ്പിലാണ് ഈ കുഴിമാടങ്ങൾ കണ്ടുവെന്ന് പറഞ്ഞില്ലേ. അതിനെക്കുറിച്ച് നടപടി പുസ്തകം പിന്നെയും വിശദീകരിക്കുന്നുണ്ട്. അതൊക്കെ പിന്നെ കാണാം. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വചനമുണ്ട്. ഇത് എന്നെ വല്ലാതെ സ്വാധീനിച്ചൊരു വചനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ അന്നാസും കയ്യഫസും കൂടി യൂദാസ് എറിഞ്ഞു കളഞ്ഞ നാണയം എടുത്തിട്ട്, അത് വെള്ളി നാണയങ്ങളാണ്, എടുത്തിട്ട് അവർ എന്താ ചെയ്യണത്? ഇത് രക്തത്തിൻ്റെ വിലയാണെന്ന് പറഞ്ഞു. കർത്താവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇത് കൊടുത്ത് വിദേശീയരെ സംസ്കരിക്കാൻ വേണ്ടി ഒരു പറമ്പ് വാങ്ങാം. അപ്പോൾ അതിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ വിദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? വിജാതീയസ്, യഹൂദന്മാരല്ലാത്ത ആൾക്കാർ. ഇപ്പം കർത്താവിൻ്റെ തിരുരക്തം ചൊരിഞ്ഞതിന് യഹൂദര് അല്ലാത്ത ആൾക്കാരും ആ കർത്താവ് നേടിയെടുത്ത രക്ഷയുടെ ഭാഗഭാക്കുകളാകുന്നുണ്ട്. വിദേശീയരെന്നാണ് പറയണമെന്നുണ്ടെങ്കിലും വിജാതീയരെന്നാണ് ശരിക്കും പറഞ്ഞാൽ വരുന്നത്. അപ്പോഴേ ഈശോ മംഗളവാർത്ത സമയത്ത് ഈശോയെക്കുറിച്ച് പറഞ്ഞെന്താണ്? അവൻ തൻ്റെ ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. പക്ഷേ ആ പാപങ്ങളിൽ നിന്ന് മോചിക്കുമ്പോൾ അതിൻ്റെ ഇഫക്റ്റ് എങ്ങനെയാണ്? സകല ജനങ്ങൾക്കും വേണ്ടിയാണത്. സന്തോഷത്തിൻ്റെ സദ്വാർത്തയായിട്ടാണ് അവൻ്റെ പാപമോചനം വരണത്. അപ്പോൾ അതിനകത്ത് സ്വജാതിരും പെടും, വിജാതിരും വരും, സ്വദേശീയരും വിദേശീയരും ഉണ്ടാകും. അപ്പം അറിഞ്ഞും അറിയാതെയും ഒക്കെ സുവിശേഷം വ്യാപകമായ രീതിയിൽ ആഗോളപരമായിട്ട് ജന്മാന്തരങ്ങളിലൂടെയുള്ള കർത്താവിൻ്റെ രക്ഷയെ വളരെ നിശബ്ദവും എന്നാൽ വളരെ ശബ്ദമുഖരിതമായിട്ടും രക്ഷയെ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇനി രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ സഭ അക്രൈസ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇത് വെള്ളിയാഴ്ച നമ്മൾ കുരിശാരോഹണത്തിന് മുമ്പ്
സഭ അക്രൈസ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ ദൈവവിശ്വാസം ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും അറിഞ്ഞോ അറിയാതെയും ഒക്കെ ഈ രക്ഷയുടെ പരിധിയിലാവുള്ളത്. അപ്പോൾ എല്ലാവരും രക്ഷപ്പെടണമെന്നും സത്യമാർഗം സ്വീകരിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ള ആദിമസഭയുടെ വിശ്വാസമാണ്, അനുഭവ വിശ്വാസം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ പാപങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ, അതുപോലെ തന്നെ മറ്റുള്ളവർ വിശ്വാസത്തിലേക്ക് വരാൻ വേണ്ടിയായിരിക്കണം ഈ വിശുദ്ധ വാരത്തിൽ നമ്മൾ എല്ലാവരും നമ്മൾ ചെയ്യുന്ന എല്ലാ ക്രിസ്തുവിൻ്റെ വഴികൾ, പള്ളികളിലുള്ള കബറിടങ്ങളിലുള്ള പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ കുരിശുമുത്തൽ, കുരിശ് ആരാധനം, ഇങ്ങനെയുള്ള എല്ലാ സംഭവവും, ദിവ്യകാരുണ്യ സ്വീകരണം, ദിവ്യകാരുണ്യ ആരാധന, ഇതെല്ലാം മറ്റുള്ളവർ കൂടി വിശ്വാസം സ്വീകരിക്കാൻ, കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കാൻ, ഒരു മതം മാറുകയെന്നല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് മനസ്സുകൊണ്ട് ഈശോനെ രക്ഷകനായിട്ട് സ്വീകരിക്കാൻ പറ്റും. മറ്റു മാർഗങ്ങളില്ല എന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ വിശ്വാസം ദൈവമല്ലേ കാണുന്നത്. പക്ഷേ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ എല്ലാ തിന്മകളിൽ നിന്നും സന്ധി ചെയ്യാതെ സുവിശേഷ ചൈതന്യം ഉൾക്കൊണ്ട് ക്രിസ്തുനാമത്തിൽ സാക്ഷിയായിട്ട് ജീവിക്കാൻ ഇടയാക്കണം. അപ്പം ദൈവസ്നേഹവും ഏറ്റവും കൂടുതൽ ഒരു വിശ്വാസിക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു കാലയളവാണ് വിശുദ്ധ വാരം. പക്ഷേ നിങ്ങളതെല്ലാം മറ്റുള്ള മനുഷ്യരെ വിശ്വാസം സ്വീകരിക്കാൻ, അത് ഏറ്റവും വലിയ വിഷയം വെച്ചാൽ നമ്മൾ തന്നെ നമുക്കത് മനസ്സിലാവാത്തതിൻ്റെ കാരണം ചിലർ ഇപ്പം മറ്റുള്ളൊരു വിശ്വാസം ഇപ്പം നമ്മൾ തന്നെ ഗതികേട് കൊണ്ട് ഈ വിശ്വാസം സ്വീകരിച്ച് ചില ആൾക്കാർ ഗതികെട്ട് നടക്കണില്ലേ? വിശ്വാസം ജീവിക്കാത്തത് കൊണ്ടാണ്. അവർ വിശ്വാസം ജീവിക്കണില്ല. അവർക്കൊരു വിശ്വാസം ഉണ്ട്, പക്ഷെ അത് വിശ്വാസം ജീവിക്കാത്തത് കൊണ്ട് അവർക്ക് വിശ്വാസം കൊടുക്കാനുള്ള കൃപയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി വിശ്വാസം കൊടുക്കാൻ വേണ്ടി ഒന്നും ചെയ്യാത്തതിൻ്റെ കാരണം. മറ്റുള്ളവർ വിശ്വാസം കൊടുക്കാൻ വേണ്ടി ഒന്നും ചെയ്യണില്ലല്ല. കേരള സഭയാണെങ്കിലും ഭയങ്കരമായ രീതിയിൽ പ്രാർത്ഥനയും ധ്യാനങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ആക്ച്വലി വാട്ട് ദേ ആർ ഡൂയിങ് ടു ട്രാൻസ്ഫർ ദ ഫെയ്ത്ത്, എന്താണ് കോൺക്രീറ്റായിട്ട് അവർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലുതായിട്ടൊന്നും ചെയ്യാൻ ഇല്ല. ശരിക്കും പറഞ്ഞു ഉടമ്പടി എടുത്ത ആൾക്കാർ ചെയ്യുന്നുണ്ട്, ആ വിശ്വാസം കൈമാറുന്നത് കറക്റ്റായിട്ട് കൈന്ന് മാറും. അപ്പം ഉടമ്പടി എടുത്തവർ അത് ഉറച്ചു നിൽക്കുകയും മറ്റുള്ളവരെ തങ്ങളുടെ വിശ്വാസം കൈമാറാൻ വേണ്ടി വിശുദ്ധ വാരം ഉപയോഗിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. 10 ദിവസം ഇന്ന് നല്ല വിശ്വാസമാണ്.
അത് 5 ദിവസമായി 10 ദിവസമായി ഇച്ചിരി കുറഞ്ഞ് 1 മാസമാകുമ്പോൾ പിന്നെയും കുറഞ്ഞ് 3 മാസമായി കഴിയുമ്പോഴത്തേക്കും ഉടമ്പടിയുടെ പുതുക്കാനുള്ള ഡേറ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് പോയി. നമ്മൾ പിന്നെ വിചാരിക്കുന്നത് ഞാൻ പാപിയാണ്, എനിക്ക് ശാപമാണ്, പിശാച് കൊണ്ടുതന്നെയാണ്. പിന്നെ തോന്നും ദൈവം ഇതൊന്നും ചെയ്യുമെന്നില്ല. 10 പേരുണ്ടെങ്കിൽ 2 പേർക്ക് ചെയ്തു കൊടുക്കുമായിരിക്കും, അതില്ലെങ്കിലും കിട്ടും. അങ്ങനെയൊക്കെ പിശാച് കൊണ്ടുവരും. അതിനൊന്നുമില്ല. വാഗ്ദാനങ്ങൾ എല്ലാവർക്കും നിറവേറും. തീയിലേക്ക് ആര് തൊട്ടാലും ചൂടെടുക്കും. പ്രൈസ് ദി ലോർഡ്. 10 പേരിൽ 2 പേർക്ക് മാത്രം ചൂടും, 8 പേർക്ക് ചൂടെടുക്കില്ലെന്ന് ഒന്നും വിചാരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവ വാഗ്ദാനം എല്ലാവരിലും നിറവേറും. അമ്മ വിശ്വസിച്ചത്, അമ്മ ലൂക്ക 1:45 വാഗ്ദാനങ്ങൾ നിന്നിൽ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. പ്രൈസ് ദി ലോർഡ്. നിന്നിൽ നിറവേറുമെന്ന് വിശ്വസിച്ചത്, അത് അമ്മ അതിലാ വിശ്വസിച്ചത്. ഇല്ലാത്ത അടയാളങ്ങളെ കണ്ടില്ല. അമ്മയ്ക്ക് എല്ലാം പ്രതികൂല അനുഭവമായിരുന്നു ജീവിതത്തിൽ. ആ കല്യാണത്തിന് മുമ്പ് തന്നെ നീ ഗർഭം ധരിക്കുമെന്ന് പറഞ്ഞതും, പിന്നെ പ്രസവം സ്വന്തം വീട്ടിൽ പോലും ഇല്ലാതെ അത് തൊഴുത്തിലാണ് പ്രസവം ഉണ്ടായത്. അപ്പോൾ ഈ ലോകത്തെ സൃഷ്ടിച്ച ദൈവമാണ് ജനിക്കണത്. ദൈവത്തിന് ഒരു വീട് പോലും ഇല്ലെന്ന് അമ്മയ്ക്ക് സംശയമൊന്നും വന്നില്ല. അമ്മ വിശ്വസിച്ചിരുന്നു. അമ്മയ്ക്കൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല. സ്വന്തം മകൻ കുരിശിലേക്ക് കയറി. അപ്പോൾ അവിടെ വെച്ച് സാധാരണ അമ്മയാണെങ്കിൽ എന്ത് വിചാരിക്കും? അടയാളങ്ങളെ കാണുന്ന അമ്മയാണെങ്കിൽ എന്ത് വിചാരിക്കും? ആ പറഞ്ഞൊക്കെ നുണയാണ്, തെറ്റാണ്, അവനെ കുരിശിൽ കയറ്റി അവൻ മരിക്കാൻ പോവുകയാണ്. പക്ഷെ അമ്മ വിശ്വസിച്ചത് വാഗ്ദാനത്തിലാണ്. അവൻ്റെ രാജ്യത്തിന് ഒരിക്കലും അവസാനമില്ല, അത് അവസാനിക്കില്ല. എന്ത് തന്നെ അടയാളം വന്നോട്ടെ, ജീവിതത്തിൽ എന്ത് തന്നെ നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം ഉണ്ടായിക്കോട്ടെ, നിങ്ങൾക്ക് ചിലപ്പോൾ കടബാധ്യത ഉണ്ടാകാം, ഭർത്താവുമായിട്ട് ചേർച്ചക്കുറവുണ്ടാകാം, പ്രശ്നമായിരിക്കാം, മക്കളനുസരിക്കുന്നുണ്ടാകില്ല, സ്വന്തം ഭവനമില്ല, പക്ഷെ ഒരു വാഗ്ദാനമുണ്ട്. ഈശോ പറഞ്ഞയാ, ഈ ലോകം അവസാനിക്കുന്നവരെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും. അതുപോലെ ഈശോ വാഗ്ദാനം പറഞ്ഞിട്ടുണ്ട്, നീ വിഷമിക്കേണ്ട, എനിക്ക് നിന്നെക്കുറിച്ച് കരുതലുണ്ട്, നീ ഉത്കണ്ഠപ്പെടേണ്ട. 1 പത്രോസ് 5:7 പറയുന്നുണ്ട്. ഈ വാഗ്ദാനങ്ങളിലാണ് വിശ്വസിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. എന്ന വചനം നിന്നിൽ നിറവേറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം നിറവേറണമെങ്കിൽ വാഗ്ദാനത്തിലാണ് വിശ്വസിക്കേണ്ടത്. ഒരിക്കലും നമ്മൾ അടയാളങ്ങൾ, ഞാൻ എന്ത് സാഹചര്യത്തിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു, എൻ്റെ സാഹചര്യം എന്താണെന്നുള്ളതിൽ ശ്രദ്ധിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അതിന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ബൈബിളാണ്. അത് നമ്മൾ ഉടമ്പടിയിൽ അതുകൊണ്ടാണ് പറയുന്നത്, 6 മണിക്കൂർ നമ്മൾ വചനം വായിക്കണം. വചനം വായിക്കാൻ ഒരു ദാഹം വേണം. ഇതൊരു നിയോഗമായിട്ട് എടുക്കരുത്. ഈ ഉടമ്പടിയുടെ ഭാഗമാണ്, എങ്ങനെയും 6 മണിക്കൂർ തീർക്കാം. ഒരിക്കലും അങ്ങനെ. ആദ്യം നിങ്ങൾക്ക് വചനം നിങ്ങൾ നിറവേറണമെങ്കിൽ അതിന് നിങ്ങൾക്കൊരു ദാഹം വേണം. ദാഹം എങ്ങനെയാണ് കിട്ടുന്നത്? വചനത്തോടുള്ള ദാഹം എങ്ങനെയാണ് കിട്ടുന്നത്? ദാഹം കിട്ടുന്നത് എങ്ങനെയാണ്? അത് ഞാൻ പറഞ്ഞുതരാം. സീക്രട്ടാണ്. വചനത്തിനുള്ള ദാഹം കിട്ടുന്നത്, സാധാരണ വെള്ളം കുടിച്ചാൽ നമുക്ക് ദാഹം തീരും, ഇല്ലേ? ഇപ്പോട്ടെ വചനം വായിച്ചാൽ, ഈ വെള്ളം കുടിച്ചാൽ പിന്നെയും നിങ്ങൾക്ക് ആ വചനം കിട്ടണം, ഇതിൻ്റെ ആഴത്തിലേക്ക് പോകണം എന്നുള്ളത് തോന്നൽ വരും. നമ്മളെല്ലാം ചെയ്യുന്ന മുകളിലേക്ക് മാത്രമാണ്, ഫിസിക്കലായിട്ട് മാത്രമാണ് വചനത്തിനെ നോക്കുന്നത്. ഫിസിലോൺ എല്ലാവരുടെ കയ്യിൽ ബൈബിൾ വേണം. എപ്പോഴും എൻ്റെ അവിടെ ധ്യാനത്തിന് കോയമ്പത്തൂർ പറയാറുണ്ട്, നീ ബൈബിള് ചുമക്കുമ്പോൾ ബൈബിൾ നിന്നെ ചുമക്കും, നിന്നെ ചുമന്നുകൊണ്ട് നടക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏത് സാഹചര്യത്തിലും നിൻ്റെ കയ്യിൽ, ഞാൻ അച്ഛനും അവിടെ ഞങ്ങൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ധ്യാനിക്കാനൊക്കെ പോകുമ്പോഴത്തേക്കും ഞാൻ ഏറ്റവും വെയിറ്റുള്ള ബൈബിളാണ്. സാധാരണ എന്താ കാര്യം എന്ന് വെച്ചാൽ ഹാൻഡ് ബാഗ് കറക്റ്റ് വെയിറ്റ് നോക്കിയിട്ടാണ് ഫ്ലൈറ്റിലേക്ക് കയറ്റുന്നത്. പക്ഷേ ഞാൻ എല്ലാ വെയിറ്റും കുറച്ചിട്ട് ഹാൻഡ് ബാഗിൽ ബൈബിൾ ഉണ്ടാകും. ഇതിലും അതിലും 2 ബാഗിലും ബൈബിളും കൊണ്ട് കിടക്കും. എവിടെ പോയാലും ബൈബിൾ ഉണ്ടാകും. ഇത്രയും
കാറിൽ നോക്കിക്കോ, എൻ്റെ ലെഫ്റ്റും റൈറ്റിലൊക്കെ ബൈബിൾ ഉണ്ടാവും. ഇവിടെ കാറ് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബൈബിളെ ചുമന്ന് നടക്കുമ്പോൾ ഞാൻ പറയാം, നിങ്ങളറിയാതെ വചനം നിങ്ങളെ ചുമക്കും. എന്തെന്നാൽ ഈ ലോകത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് ദൈവം വചനം കൊണ്ടാണ്. ഹല്ലേലൂയ. ഇത് വചനത്തോടുള്ള ദാഹത്തിൻ്റെ പ്രതിഫലമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത്, ഞാൻ അത് പല സാക്ഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എനിക്കൊരു മെഡിക്കൽ റെപ്പായിട്ട് അമ്മ ജോലി വാങ്ങിച്ചെന്ന് ഞാൻ ചോദിച്ചായിരുന്നു, ഡിഗ്രി ഫസ്റ്റ് ഇയർ ഉള്ളപ്പോൾ. അപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്, വീട്ടിൽ ചിലവിനൊന്നുമില്ല, 300 രൂപ ശമ്പളമേ ഉള്ളൂ അന്ന്. അതൊന്നും തികയില്ല. പക്ഷേ ഒരു ഡോക്ടർ ഇവിടെ ചന്ദ്രൂർ മെഡിക്കൽ മിഷൻ എന്ന് പറഞ്ഞാൽ അറിയില്ല, ചന്ദ്രൂരിലുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും. അവിടെ ഒരു ഡേവിഡ് ഡോക്ടറുണ്ട്, അന്ന് പരിചയപ്പെട്ട. അന്ന് അവർ പെൻറ്റക്കോസ്റ്റാണ്. ഞാൻ ഹൈന്ദവനായതുകൊണ്ട് എനിക്ക് പെൻറ്റക്കോസ്റ്റ്, കാത്തലിക്ക് അതൊന്നും എനിക്കറിയില്ലായിരുന്നു. മൊത്തത്തിൽ അവർ ക്രിസ്ത്യാനിയാണ്. അപ്പോൾ ആ ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ എനിക്ക് മരുന്ന് എഴുതി തരണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ പുള്ളി, ഞാൻ അവിടെ പോകുമ്പോൾ പറയും, ഓർഡറൊക്കെ തരാം, ഞായറാഴ്ച YMCAയിൽ ഞങ്ങളൊരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറയും. അപ്പോൾ ഞാൻ എന്ത് വിചാരിക്കും, YMCAക്ക് പോവും. അപ്പോൾ ഞാൻ കോളേജിൽ പഠിക്കണമെന്ന് ഞായറാഴ്ച ഈ ST കിട്ടില്ല, മറ്റേ സ്റ്റുഡൻറ്റ് പാസ് കിട്ടില്ല. 10 പൈസയേ ഉള്ളൂ അന്ന്. സാധാരണ ദിവസം പോയി കഴിഞ്ഞാൽ എൻ്റെ ID കാണിച്ച് കഴിഞ്ഞാൽ 10 പൈസയ്ക്ക് പോകാം. പക്ഷേ ഞായറാഴ്ച കിട്ടില്ല, ബസ്സിൽ കിട്ടില്ല, കാശുണ്ടാകില്ല. ഇപ്പോൾ ഒരു കണക്കിന് കാശൊപ്പിച്ച് കുറച്ച് ആദ്യത്തെ 2 ആഴ്ചയൊക്കെ ഞാൻ പോകുമ്പോൾ അവിടെ വചനം പറയും. ഞാൻ ഇങ്ങനെ വചനം കേട്ടുകൊണ്ടിരിക്കും. വചനം കേട്ട് കഴിയുമ്പോൾ അവരുടെ മീറ്റിംഗ് കഴിയുമ്പോൾ ഞാൻ ഡോക്ടറിന് മുമ്പിൽ പോയി ഞാൻ ഹാജരായിട്ടുണ്ടെന്ന് കൈ കാണിക്കും. ആദ്യത്തെ 1-2 ആഴ്ചയൊക്കെ അങ്ങനെ കാണിക്കുമായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് മരുന്നിൻ്റെ ഓർഡർ, അതുപോലെ അങ്ങേര് മരുന്നിൻ്റെ ഓർഡർ എഴുതി തരും, അങ്ങേരെ ക്ലിനിക്കിന് ഓർഡർ എഴുതി തരും. ഇതൊരു 3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവിടെ നല്ല തിരക്കാ, ഡോക്ടർ ശ്രദ്ധിക്കാറില്ല. ഞാൻ വന്നെന്ന് എനിക്ക് ബോധ്യമാണ്. ചില ആഴ്ച ഞാൻ കാണില്ല. 3-4 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഞായറാഴ്ച ആയി കഴിഞ്ഞാൽ അവിടെ പോകണമെന്നൊരു ആഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. വചനം കേൾക്കണമെന്ന് ആഗ്രഹം. ഞാൻ പിന്നെ നോക്കുമ്പോൾ പോക്കറ്റിൽ കാശുണ്ടാകില്ല. ഞങ്ങൾ താമസിക്കണ മട്ടാഞ്ചേരിയിലാണ്. അത് ഷെനോയ്സിൻ്റെ ബാക്ക് സൈഡാണ്. എറണാകുളം അറിയുമെങ്കിൽ അറിയാൻ പറ്റും, 14 കിലോമീറ്ററാണ് അവിടെ YMCAയുടെ ഹാള്. ഞാൻ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങും. കാലത്തെ ഒരു 6:30 മണിക്ക് നടക്കും, 11 മണിക്കാണ്. നടന്ന് അവിടെ പോയിട്ട് തിരിച്ച് വെയിലത്ത് നടന്നു വരും, വചനം കേൾക്കാൻ വേണ്ടി മാത്രം. ഒരു ചെറിയ ബൈബിളും എൻ്റെ കയ്യിലുണ്ടാവും. അതിൻ്റെ പ്രതിഫലമാണ് ഇന്ന് വചനം പറഞ്ഞുകൊണ്ടിരിക്കണം നിങ്ങളുടെ മുമ്പിൽ. പ്രൈസ് ദി ലോർഡ്. ആ വഴിയിൽ ഞാൻ എന്തൊക്കെ അവിടെ പോകുമ്പോഴത്തേക്കും എന്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടോ, അവിടെ കാറിൽ പോകുന്നവരെ കണ്ടിട്ടുണ്ട്, ബൈക്കിൽ പോകുന്നവരെ കണ്ടിട്ടുണ്ട്. അതെല്ലാം വചനം കൊണ്ടല്ലേ ദൈവം സൃഷ്ടിച്ചതിനല്ല. വചനത്തിൻ്റെ ദാഹം നമ്മളെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്ത് നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നമുക്ക് കിട്ടും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ ഇത് എനിക്ക് കിട്ടിയതുകൊണ്ട് ഞാൻ പറയില്ല. ഞാൻ എന്തൊക്കെ നോക്കിയിട്ടുണ്ടോ, ഏറ്റവും വലിയ വീട് ഞാൻ നോക്കിയായിരുന്നു. അപ്പോൾ പക്ഷേ എൻ്റെ കയ്യിൽ വചനം ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. വചന ദാഹമാണ്, വചനം മതി. അത് ഒരു ഇൻട്രസ്റ്റാണ്. ഞാനിപ്പോൾ കാറിൽ പോകുമ്പോൾ ആരെയും വിളിക്കാറില്ല, വചനം വെച്ച് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ഏതെങ്കിലും സ്പീച്ച് വെച്ച് ഇങ്ങനെ കേൾക്കും, അച്ഛൻ്റെയൊക്കെ സ്പീച്ച് ഇങ്ങനെ കേൾക്കും. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്റ്റർബൻസാണ്, അപ്പോൾ ആരെങ്കിലും ഞാൻ അവോയ്ഡ് ചെയ്യാൻ നോക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ വചനത്തിൽ ഞാൻ പറയണത് ഇത് ബോറിംഗ് ആണ്, ഉറക്കമെന്ന് അങ്ങനെയൊക്കെ തോന്നിയാലും ഒരു പാരഗ്രാഫ് ആദ്യം വായിച്ചത് ശ്രദ്ധയോടെ വായിക്കണം. അതിലെന്താ പറയണം, അത് എന്നോടാണ് പറയുന്നത് എന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം. എന്നോടാണ് ഈശോ അത് പറഞ്ഞിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ ഈശോയുടെ ലാഭം, നമ്മളുടെ ലാഭം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വചനത്തിൽ വിശ്വസിക്കുമ്പോൾ, ഉടമ്പടി എടുക്കുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറും. അത് ഏകദേശം 8550 വാഗ്ദാനങ്ങളുണ്ട്. അത് നമുക്ക് ആവശ്യമുള്ളതല്ല. അതുകൊണ്ടാണ് നമുക്ക് തടസ്സപ്പെട്ടിരിക്കുന്ന എല്ലാം കിട്ടുന്നത്. നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അതെല്ലാം നമുക്ക് കിട്ടും. അതില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എൻ്റെ ദൈവത്തിന് എന്താ ലാഭം. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന് ഇതുകൊണ്ട് എന്താണ് ലാഭം? ദൈവത്തിന് ലാഭം എന്താണ്? ദൈവത്തിന് ലാഭം
ദൈവം ആഗ്രഹിക്കുന്ന മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു ആളും നഷ്ടപ്പെടരുത്, ഒരു ആത്മാവ് പോലും നഷ്ടപ്പെട്ട് പോകരുത്. എല്ലാവരും നിത്യതയിലേക്ക് ജീവിക്കണം. അപ്പം നിത്യജീവൻ എന്താണ്? സിമ്പിളാണ്, ഞാൻ പറയണ വളരെ സിമ്പിളാണ്. ഇത് ഈ ഒരു ട്രാക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയാണ്. ഉടമ്പടി പെട്ടെന്ന് നിങ്ങൾക്ക് ക്ലിക്കാകും. ഹല്ലേലൂയ. നിത്യജീവൻ എന്താണ്? യോഹന്നാൻ 17:3 ഈശോനെ അറിയുന്നതാണ്